ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല. അതിൽ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു മാപ്പ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പാർട്ടി വെച്ച സിനിമയിൽ ഒരു സീൻ ഉണ്ട്, ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാരണം നമ്മളൊരു തെറ്റായിട്ട് മാപ്പ് പറയുമ്പോൾ നമ്മളെ ഇങ്ങനെയാണോ പറയാ? ഒരിക്കലും അല്ല. കാരണം അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. ഇതൊരുമായിട്ട് മറ്റേ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട് എന്താ പറയാ, പാപ്പി അപ്പിച്ച സിനിമയിലെ പോലെ ഇങ്ങനെ ഡയലോഗ് ഞാൻ ഇന്ന് അത് പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് കൈ വെക്കുന്നു. വാവ്, ഇതൊക്കെ കാണുന്ന ജനങ്ങൾ വിശ്വസിക്കണം, അയ്യോ അയ്യോ മനസ്സറിഞ്ഞു പറയുന്ന മാപ്പാണ്. അത് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ന്യായീകരിക്കാൻ വേറൊരു വീഡിയോ. ഇവർ ഇപ്പോഴും വിചാരിക്കുന്ന വെച്ചാൽ കുണ്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന്. കാരണം ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന ഒരു തെറ്റുമില്ല. കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ള സാധനമാണ് ആ ഒരു കുണ്ടി. പക്ഷെ ഇവിടെ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ഒരാളെ വിളിച്ചിട്ട് അവരെ പ്രൊഫഷനെ കളിയാക്കുന്ന രീതിയിൽ എൻ്റെ ഹസ്ബൻഡിന് എന്താ പറയാ സർപ്രൈസ് കൊടുക്കാനാണ് സോ കുണ്ടിക്ക് ടാറ്റു അടിച്ചതെന്ന് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യുന്നത്, അതിനെതിരെയാണ് ആൾക്കാർ പറയുന്നത്. ഇതൊന്നും കൂടാണ് നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാപ്പും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ഓൾറെഡി വീഡിയോ ഇട്ടിട്ട് പിന്നെ നിങ്ങളുടെ സ്റ്റോറിയിൽ അത് എന്താ പറയുക ന്യായീകരിക്കാൻ വേണ്ടി കിടന്ന് മെഴുകുവാണ്. കാരണം വേറെ ഫോറിനേഴ്സ് കുണ്ടിയിൽ ടാറ്റു അടിക്കുന്ന സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് രണ്ടെണ്ണം കൂടി അങ്ങ് മെഴുകുവാണ്. അതും കൂടാണ്ട് വേറെ ഏത് വീഡിയോ കുണ്ടി എന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ആൾക്കാരുടെ അതായത് ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടവരുടെ വീഡിയോ ഇവർ സ്റ്റോറി ആക്കി ഇടുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. കാരണം നല്ല രീതിയിൽ ആൾക്കാർ ഇവർക്ക് പൊങ്കാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും മെയിൻ ആയിട്ട് ഇപ്പൊ ആദ്യ ചേച്ചി ജസ്റ്റ് സോറിയെങ്കിലും എന്ന് പറഞ്ഞു. മറ്റൊരു സാധനമില്ല, അതായത് ഡയറക്റ്റ് ഫോൺ വിളിച്ച ആള് അത് ഇന്നേ വരെ വന്നിട്ട് ഒരു വീഡിയോ സോറിയോ ഒരു തേങ്ങക്കൊലിയും പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇതേ സ്ഥാനത്ത് വല്ല ആണോ മറ്റാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കും? ഇവർ ഓൾറെഡി മറ്റേ സോറി പറയാൻ പോയിട്ട് നേരെ ജയിലിലേക്ക് ഉണ്ടാവുക. കാരണം നമ്മുടെ തുപ്പിയുടെ അവസ്ഥ തന്നെ ആലോചിച്ചാൽ മതി. അന്ന് എന്തോ വലിയെന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് യൂസ് ചെയ്തതിന് ഇവിടെ നാട്ടിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതും കൂടാണ്ട് ഡയറക്റ്റ് അവന്റെ ഡോറൊക്കെ പൊളിച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ ഇവരിവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർക്കെതിരെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. കാരണം അത് നടക്കത്തില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന്റെ ധൈര്യം തന്നെയാണ് ഇവർക്ക് ഓൾറെഡി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ വന്ന് കിടന്ന് മെഴുകുന്നത്. കാരണം ഇവർക്ക് വലിയ സീനൊന്നുമില്ല, അത് വീഡിയോ ഇട്ട് പോലും ഇല്ല പോലും. ഇതൊക്കെ ഒരു ജസ്റ്റ് പേരിന് വേണ്ടി മാത്രമുള്ള സോറി വീഡിയോ ആണ്, അല്ലാതെ മനസ്സിന്ന് വരുന്ന സാധനമൊന്നുമല്ല ഇത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം കൂടി, നിങ്ങൾ വന്ന് സോറി പറയേണ്ടത് നമ്മളോടല്ല, ആ ഒരു വിളിച്ച അല്ലെങ്കിൽ വിളിച്ച് നിങ്ങൾ അപമാനിച്ച ആ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് വേണം സോറി പറയാൻ. എന്നിട്ട് ഇപ്പം വന്ന് പറയണം അത് എന്താ പറയുക അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ പ്രാങ്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ വിളിച്ച് കളിയാക്കുമ്പോഴും അവരുടെ പ്രൈവസിക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സോറി പറയാൻ വിളിക്കാൻ പറയുമ്പോഴാണ് അവരിപ്പോ പ്രൈവസി ചക്കാ മാങ്ങ തേങ്ങ വന്നുകൊണ്ട് വരുന്നത്. സോ നിങ്ങളുടെ സോറി നമുക്ക് കേൾക്കേണ്ട, നിങ്ങൾ ആ ഒരു സ്ത്രീ അതായത് നിങ്ങൾ കാരണം അപമാനിക്കപ്പെട്ട ആ സ്ത്രീയെ വിളിച്ചിട്ട് വേണം നിങ്ങൾ സോറി പറയാൻ, അല്ലാണ്ട് നമ്മളോട് അല്ല. ഇനി നേരെ പോയിട്ട് എവിടെയൊക്കെ ആരൊക്കെ കുണ്ടിയിൽ ടാറ്റു അടിച്ചിട്ടുണ്ടോ എന്ന് എന്താ പറയുക ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റോറി ഇട്ടാൽ നമുക്ക് എന്നിട്ട് കിടന്ന് മെഴുകുക. അല്ലെങ്കിൽ പുതിയ സ്ക്രിപ്റ്റ് ആയിട്ട് പുതിയ റീലായിട്ട് അല്ലെങ്കിൽ പുതിയ മാപ്പായിട്ട് വാ, വെറൈറ്റി സാധനം പിടിക്കാം. അല്ലെങ്കിൽ പുതിയ പ്രാങ്കും ഉണ്ട്, കുണ്ടി പോയിട്ട് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാം, കുറേ ഉണ്ട്.